പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ട്. ഞാനിന്ന് നെന്മാറ വേല കാണാനായി പോവുകയാണ്. പാലക്കാട് കോട്ടയുടെ മുൻഭാഗത്തു നിന്നും ശ്രീ ആഞ്ജനേയ സേവാ സമിതിയുടെ തണ്ണീർപ്പന്തലിൽ കയറി ദാഹജലം കുടിച്ചാണ് യാത്ര. നല്ല ചൂടാണ്. സമയം രാവിലെ 11 മണി കഴിഞ്ഞിരിക്കുന്നു. പാലക്കാട് കോട്ടയുടെ സൈഡിൽ മരങ്ങൾ വളർന്ന് റോഡിൽ തണൽ പന്തലിട്ട മാതിരി ചൂടിനൊരു അല്പം ആശ്വാസമാണ്. കൊടുവായൂരെത്തി. ഒരു ചെറിയ ടൗണാണ്, എന്നാൽ ഇവിടെ വിപുലമായ കച്ചവടം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. കേരളത്തിലെ മിക്ക ജില്ലകളിലേക്കും ചെറിയ ഷോപ്പുകളിലേക്കുമുള്ള ഡ്രസ്സുകളുടെ മൊത്ത വ്യാപാരം ഇവിടെയാണ് നടക്കുന്നത്. പുറമേ ചെറിയ കടയാണെന്ന് തോന്നുമെങ്കിലും മിക്ക കടകളിലും ഉള്ളിൽ വിപുലമായ സൗകര്യങ്ങളുണ്ട്. വിഷു വരാൻ പോകുന്നു. നെന്മാറയിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ച ഇതാണ്. മഞ്ഞപ്പൂക്കളണിഞ്ഞ കൊന്നമരം നെന്മാറ വയലിലെത്തിയിരിക്കുന്നു. വെടിക്കെട്ടിനുള്ള മരുന്നുമായി പോലീസിന്റെ അകമ്പടിയോടെ വരുന്ന ലോറികൾ. ഇപ്പോൾ കാണുന്നത് വള്ളങ്കി ദേശത്തിന്റെ കോട്ടയാണ്. പന്തല് എന്ന് സാധാരണക്കാർ പറയും, പക്ഷേ ശരിയായ പേര് കോട്ടയാണ്. വള്ളങ്കി ദേശവും നെന്മാറ ദേശവും തമ്മിലുള്ള മത്സരമാണ് നെന്മാറ വേല. ഈ കാണുന്ന വയലിലാണ് വൈകുന്നേരവും വെളുപ്പിനും വെടിക്കെട്ട് നടക്കുക. ഈ വയലേലകളിൽ ജനലക്ഷങ്ങൾ അത് കാണാൻ തടിച്ചുകൂടും. നെന്മാറ ടൗണിലാണ്. പാലക്കാട് നിന്നും ഇവിടെ എത്താൻ ഏകദേശം 30 കിലോമീറ്റർ ദൂരം. ഇവിടെ നിന്ന് 8 കിലോമീറ്റർ പോത്തുണ്ടി ഡാമിലേക്കും നെല്ലിയാമ്പതിയിലേക്ക് 25 കിലോമീറ്ററാണ് ദൂരം. ദൂരെ നിന്ന് വരുന്നവർ വേല കാണാൻ വന്നാൽ ഈ സ്ഥലങ്ങൾ കൂടെ കാണാൻ ശ്രമിക്കുക. നെന്മാറ പഞ്ചായത്തിന്റെ മുന്നിലാണ് ബസ് സ്റ്റാൻഡ്. ഈ പഞ്ചായത്ത് പരിധിയിൽ 30,000 മുതൽ 35,000-ഓളം ആളുകൾ താമസിക്കുന്നു. കൂടുതലും ആളുകൾ കൃഷിക്കാരാണ്. ഇവിടെ പൂച്ചട്ടികളിലെ കിളികളും മനോഹരമായ പാവകളും. തെരുവ് കച്ചവടക്കാർ. അവർ ഒന്നും അറിയാതെ തിളയ്ക്കുന്ന ചൂടിനെ അവഗണിച്ച് തിണ്ണയിൽ ഉറങ്ങുകയാണ്. ഞാൻ ഈ റോഡിലൂടെ നടക്കുകയാണ്. എൻ്റെ പിന്നിൽ ഹൽവയുടെ കട. റോഡിൻ്റെ ഇരു സൈഡിലും വ്യത്യസ്തമായ കച്ചവടങ്ങൾ. ഒരു സൈഡിൽ സൗന്ദര്യ വസ്തുക്കളാണെങ്കിൽ എതിർ സൈഡിൽ മധുരപലഹാരങ്ങൾ. നെന്മാറ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ മുൻഭാഗമാണ്. റോഡിന്റെ സൈഡിലാണ് നെന്മാറ കോട്ട. ഇവിടെയും കച്ചവടം തന്നെ. കോട്ടയുടെ മുൻഭാഗത്തു കൂടെ ആളുകൾ വയലിലേക്ക് പോകുന്നു. ഇവിടെ രാത്രിയാകുമ്പോൾ ലക്ഷങ്ങൾ വന്ന് നിറയും. കണിച്ചുകുളങ്ങര ദേവി എന്ന് പറഞ്ഞാൽ ഈ കുളത്തിനരികിൽ കാണിച്ചു അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം. ഈ കുളത്തിന്റെ സൈഡിൽ കുളത്തിലേക്ക് നോക്കി ഇരിക്കുന്നതായാണ് ഇവിടുത്തെ ദേവി പ്രതിഷ്ഠ. ശരിക്കും ദേവി നോക്കുന്നതായിട്ടാണ് വള്ളങ്കി കോട്ട കാണുക. നെന്മാറ കോട്ടയുടെ മുന്നിൽ പോലീസിന്റെ ഒരു എയ്ഡ് പോസ്റ്റ് ഉണ്ട്. ഇവിടെ ഉത്സവകാലത്ത് 100 കണക്കിന് പോലീസിന്റെ സേന തന്നെ ഇവിടെ ഉണ്ടാകും. കൂടാതെ കേരള ആംഡ് പോലീസ് സേനയും ഉണ്ടാവും. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1 മണി. വൈകുന്നേരം നടക്കുന്ന ചടങ്ങുകൾക്കും വെടിക്കെട്ട് കാണാനുമായി ക്ഷേത്ര പരിസരം മുഴുവനും ഇപ്പോഴേ തിരക്കാണ്. ക്ഷേത്രത്തിന്റെ മുൻഭാഗമാണ്. നട അടച്ചിരിക്കുന്നു. ഇതിന്റെ നേരെ മുന്നിലായിട്ടാണ് കുളമുള്ളത്. എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ വയലിൻ്റെ കരയിൽ കുളത്തിൽ ഒരു അദൃശ്യ ശക്തി പ്രത്യക്ഷപ്പെട്ടു. അതിനെ നാട്ടുകാർ ചേർന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചു. അതാണ് കണിച്ചു കുളങ്ങര ഭഗവതി എന്നാണ് ഐതിഹ്യം. ഈ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെയാണ് കുളം. ആളുകൾ കുളത്തിൽ വീഴാതിരിക്കാൻ വേലി കെട്ടി മറച്ചിരിക്കുകയാണ്. വൈകുന്നേരത്തിനുള്ള വെടിക്കെട്ടിനുള്ള ജോലികൾ തുടങ്ങിക്കഴിഞ്ഞു. വള്ളങ്കി ദേശമാണ്. വലിയ ലോറികളിൽ കൊണ്ടുവന്ന വെടിമരുന്ന് ചെറിയ ലോറികളിലേക്ക് മാറ്റിയിരിക്കുന്നു. വെടിക്കെട്ട് നടക്കുമ്പോൾ വയലിൽ ആരെയും നിർത്തില്ല. ഇരു സൈഡിലും വാഴത്തോട്ടത്തിലും തെങ്ങിൻ തോട്ടത്തിലും വന്ന് നേരത്തെ സ്ഥാനം പിടിക്കും. പലരും അവരുടെ തൊടികളിൽ പോലും ആരെയും കയറ്റില്ല.
വേലി കെട്ടി അവരത് ആരും കടക്കാതെ വയ്ക്കും. സംസ്ഥാനത്ത് പല ജില്ലകളിൽ നിന്നും വെടിക്കെട്ട് പ്രേമികളെത്തും. ഈ കാണുന്നവർ എറണാകുളത്ത് നിന്നും വന്നവരാണ്. വള്ളങ്കി ദേശക്കാരുടെ കോട്ടയ്ക്കരികിൽ ഗജവീരന്മാർ നിരന്നു. നെറ്റിപ്പട്ടം കെട്ടി ദേവിയുടെ തിടമ്പ് കയറ്റി വെൺചാമരം വീശി കുട ചൂടി കാണികൾ ആവേശത്തിലാണ്. എന്നാൽ അവർക്ക് വേണ്ടത് ഇതല്ല. ഇവിടുത്തെ വെടിക്കെട്ടാണ് പ്രധാനം. ഗജവീരന്മാർ ദേവിയുടെ മുന്നിലേക്ക് നടന്നു തുടങ്ങി, പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ. പടിഞ്ഞാറേക്ക് പോകുന്ന അസ്തമയ സൂര്യൻ്റെ കാഴ്ച വളരെ മനോഹരമാണ്. കാണികൾക്കും ആവേശമാണ്. ഇനി അധികം സമയം കാത്തു നിൽക്കേണ്ടി വരില്ലല്ലോ. ഞാനും അവരിൽ ഒരാളാണ്. ഇവിടെ ഉത്സവം തുടങ്ങുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. ആ സമയത്ത് തന്നെ നെന്മാറ ദേശക്കാരും വള്ളങ്കി ദേശക്കാരും ഓരോ കോട്ടകൾ നിർമ്മിക്കും. ഓരോ ദേശത്തിൻ്റെ പ്രത്യേക ഡിസൈനുകളിൽ അലങ്കാര കോട്ടകൾ. പിന്നെ മത്സരം തുടങ്ങി. ആനകളുടെ എണ്ണം, നെറ്റിപ്പട്ടം, അലങ്കാരങ്ങൾ, കുടമാറ്റം, വാദ്യമേളം, ഭംഗിയും ഏകോപനവും ആരുടേതാണ് നല്ലത്? ചെണ്ടമേളം, വാദ്യമേളം. ഏറ്റവും പ്രധാനപ്പെട്ടത് മത്സരമാണ് വെടിക്കെട്ട്. ശക്തി, ശബ്ദം, തീവ്രത ആരാണ് കൂടുതൽ പവർഫുൾ? ഷോ കൊടുക്കുന്നത് ആരാണ് മെയിൻ? രണ്ട് ദേശങ്ങളും മാറി മാറി പരിപാടി നടത്തും. ഒരാൾ ചെയ്തു കഴിഞ്ഞ് മറ്റേ ദേശം അതിലും ഭംഗിയാക്കാൻ ശ്രമിക്കും. ആകാശത്തു നിന്നും 1-2 തുള്ളി മഴത്തുള്ളികൾ താഴേക്ക് വീണു. അതെൻ്റെ മുഖത്തും വീണു. മഴ കനക്കുന്ന ശബ്ദം. കാണികൾ ആകാംക്ഷാഭരിതരായി. ഇന്ന് വെടിക്കെട്ട് നടക്കില്ലേ? മഴവെള്ളത്തിൽ ഒലിച്ചു പോകുമോ? മഴ വന്നതുകൊണ്ട് വെടിക്കെട്ട് നേരത്തെയായി. ഞാനിപ്പോൾ വെടിക്കെട്ട് കാണിക്കാത്തത് കാത്തിരുന്നത് വെടിക്കെട്ട് കാണാനാണ്. ഞാനത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുക്കുന്നതാണ്. നെന്മാറക്കോട്ടയുടെ നിഴൽ കുളത്തിലെ ജലത്തിൽ പ്രതിഫലിക്കുന്നു. ദേവീക്ഷേത്രത്തിൻ്റെ മേൽക്കൂര ഇലക്ട്രിക് ലൈറ്റിൻ്റെ വർണ്ണപ്രഭയിൽ മനോഹരമാക്കിയിരിക്കുന്നു. ദേവിയുടെ തിടമ്പിൻ്റെ ചിത്രം വെച്ച് പൂക്കളാൽ അലങ്കരിച്ച് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം വളരെ ഭംഗിയിലാണ്. ഉള്ളിൽ ദേവിയെ തൊഴാൻ തിരക്കാണ്. എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദേവിയുടെ ചിത്രം ഞാൻ എൻ്റെ ക്യാമറ കണ്ണിലൂടെ ഒരു വട്ടം കാണുന്നു. നെന്മാറക്കോട്ട പകല് നമ്മൾ കണ്ടിരുന്നു. രാത്രിയാകുമ്പോഴാണ് ഇവിടുത്തെ ലൈറ്റിംഗ് വിസ്മയം കാണുക. ഇതിൽ തെളിയുന്ന ഓരോ രൂപവും ചിത്രങ്ങളും കാണാൻ ഈ കോട്ടയുടെ മുന്നിൽ ജനങ്ങൾ തടിച്ചുകൂടും. നോക്കൂ, എത്ര മനോഹരമാണ് കോട്ടയുടെ കാഴ്ച. വ്യത്യസ്തമായ ചിത്രങ്ങൾ. ഇതിന് തികച്ചും വ്യത്യസ്തമായിരിക്കും വല്ലങ്കി വേല. ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളെ കാണൂ. ഉദ്ദേശം 300 മുതൽ 500 വർഷം വരെ പഴക്കമുള്ള മത്സരമാണ് വള്ളങ്കി ദേശത്തിൻ്റെയും നെന്മാറ ദേശത്തിൻ്റെയും മത്സരം. നെന്മാറ നാട്ടുരാജാക്കന്മാരുടെ അധീനതയിലായിരുന്ന കാലത്ത് പരസ്പരം മത്സരം തുടങ്ങിയതാണ്. കോട്ട നിർമ്മാണം. കോട്ട നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ദേശക്കാർ മുഴുവൻ അതിന് പിന്നിൽ അണിനിരന്ന് ഉത്സവം ഗംഭീരമാക്കാൻ ശ്രമിക്കും. ഇതിന് സമ്മാനമില്ല. കാണികളാണ് തീരുമാനിക്കുക ആരുടെ കോട്ടയാണ് നന്നായത്, ഏത് ദേശക്കാരുടെ ഉത്സവമാണ് ഗംഭീരമായത്. ഇതിൽ മഹാത്മാഗാന്ധിയുടെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ചിത്രങ്ങളുണ്ട്. ഞാൻ വല്ലങ്കി ദേശക്കാരുടെ കോട്ട കാണാനായി പോവുകയാണ്. വല്ലങ്കി ദേശത്തിൻ്റെ കോട്ട പകല് കാണുമ്പോൾ കഴകൾ കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ ഒരു രൂപമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ജീവൻ തുടിക്കുന്ന വിസ്മയമാണ്. അത് കാണാൻ ആയിരങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. കൊയ്തു കഴിഞ്ഞ പാടശേഖരമാണ്. വെള്ളം ഒഴുകിയിരുന്നു എന്ന തോടുകളും ബണ്ടും വരമ്പുകളും ചളിയും. ചിലർ ചളിയിൽ വീഴുന്നത് കണ്ടു. അടുത്തുള്ള സ്ഥലങ്ങൾ മുഴുവൻ വേലി കെട്ടി ആരെയും അതിനകത്ത് കയറ്റുന്നില്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഉത്സവം കാണാൻ തടിച്ചുകൂടുന്നു. നെന്മാറ എന്ന ഈ കൊച്ചു ഗ്രാമത്തിന് ഇവിടുത്തെ ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതിന് പരിഹാരം കാണേണ്ടത് മത്സരം നടത്തുന്ന 2 ദേശക്കാരും തന്നെയാണ്. കളിച്ചുകുളങ്ങര ദേവി ഈ പ്രദേശത്തിൻ്റെ ജനങ്ങളുടെ ആത്മീയ കേന്ദ്രമാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രം പ്രാദേശിക സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഭാഗമാണ്. നെന്മാറ വേലക്കാലത്ത് ഈ നാട് ഒരു ഉത്സവ നഗരമായി മാറുന്നു. കലാരൂപങ്ങൾ, പൂരം, വാദ്യമേളങ്ങൾ എല്ലാം കൂടി ഒരു വലിയ ആഘോഷം. അവസാനമാണ് വെടിക്കെട്ട്. അതിൻ്റെ തീവ്രത കൂടി വരും.
വലിയ ശബ്ദങ്ങൾ, തുടർച്ചയായ പൊട്ടിത്തെറികൾ, ആകാശം മുഴുവൻ പ്രകാശം നിറയും. അതൊരു വിസ്മയം തന്നെയാണ്. 2026 വെടിക്കെട്ടും കണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.